everyone, welcome to Xylem Learning. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഞാനൊന്ന് ആദ്യം തന്നെ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അമൃത, നിങ്ങളുടെ മാത്സിന്റെ ട്യൂട്ടർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ആ ടോപ്പിക്ക് നമ്മൾ ഇതേപോലെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നാം വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടോപ്പിക്കുമായിട്ടാണ്, അതായത് ആംഗിൾസിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഈ ആംഗിൾസിനെ പറ്റി പറയാൻ വന്ന മിസ് എന്തിനാ ഈ ക്ലോക്ക് കാണിച്ചിരിക്കുന്നതെന്ന് അല്ലേ? ആക്ച്വലി ഈ ക്ലോക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ആംഗിൾസും പഠിക്കാൻ വേണ്ടി പറ്റും. എല്ലാ മക്കൾക്കും ടൈം ഒക്കെ നോക്കാൻ അറിയാലോ അല്ലെ? എങ്ങനെയാണ് ടൈം നോക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചത്. നമ്മൾ കുറച്ച് വലിയ കുട്ടികളായി, ഇപ്പൊ നമുക്ക് അനലോഗ് ക്ലോക്ക് നോക്കി എങ്ങനെയാ ടൈം കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലെ? അതറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആംഗിൾസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പറ്റും. ഈസി ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്കൊരു ക്ലോക്ക് കാണുന്നുണ്ട്. ഇപ്പൊ ക്ലോക്കിൽ ടൈം എത്രയായി? 12 ആയി അല്ലേ? എക്സാക്ട് 12 ആയി. ഇനി നമ്മളുടെ ഈ ക്ലോക്കിന്റെ നീഡിൽ ഇങ്ങനെ നീങ്ങുവാന്ന് വിചാരിക്കാം. എത്ര നീഡിൽസ് ഉണ്ട്? നമുക്ക് 3 നീഡിൽസ് ഉണ്ട് അല്ലേ? ഒരു അവർ ഹാൻഡ്, ഒരു മിനിറ്റ് ഹാൻഡ്, ഒരു സെക്കൻഡ് ഹാൻഡ്. ആംഗിൾസ് പഠിക്കാൻ ശരിക്കും നമുക്ക് 2 ഹാൻഡ്സ് മതി. അതുകൊണ്ട് ഞാൻ 2 ഹാൻഡ്സ് മാത്രമേ ഇവിടെ വരച്ചിട്ടുള്ളൂ. ഇവിടെ നോക്കുക, ഈ മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ നീങ്ങും അല്ലേ? അവർ ഹാൻഡ് 1 അവർ കഴിഞ്ഞിട്ടേ നീങ്ങുന്നുള്ളൂ. ഇവിടെ മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ നീങ്ങും. ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് ഉള്ളിലൊരു റീജിയൻ കാണുന്നില്ലേ? റൈറ്റ്, ഇതാണ് എന്തെന്ന് പറയുന്നത്, ആംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംഗിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെയുള്ള സ്പേസ്, ഈ ആംഗിൾ കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട് അല്ലേ? ഇങ്ങനെ പോകുന്നതനുസരിച്ച് ആംഗിൾ കൂടിക്കൂടി വരുന്നുണ്ട്, ഇത് പോകുമ്പോൾ ആംഗിൾ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെയുള്ള ആംഗിൾ നോക്കുക. ഇവിടെ ഇരുന്ന ആംഗിള് ആദ്യം 12 ഉണ്ടായിരുന്ന നീഡില് കുറച്ച് നീങ്ങി ഇവിടെ എത്തി, 1ന്റെ അടുത്ത് എത്തി. അപ്പോൾ ആ 2 നീഡിൽസ് തമ്മിൽ ചെറിയ സ്പേസ് വന്നില്ലേ? ഈ ചെറിയ സ്പേസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ എന്ന്. അക്യൂട്ട് ആംഗിൾ നിങ്ങളെ പോലെ തന്നെ ഭയങ്കര ക്യൂട്ടാണ് ആംഗിൾ, ഭയങ്കര ചെറുതാണ് ആംഗിൾ. അപ്പൊ ഈ ആംഗിൾ നമുക്ക് എന്ത് പേരിടാം? അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 90 ഡിഗ്രി വരുന്ന ആംഗിൾ ആണ് അക്യൂട്ട് ആംഗിൾ. അതെന്താ ഞാൻ ലെസ് ദാൻ 90 ഡിഗ്രി പറഞ്ഞത്? അപ്പൊ 90 ഡിഗ്രിക്ക് എന്തോ പ്രത്യേകതയില്ലേ? പ്രത്യേകതയുണ്ട്. ഈ നീഡിൽ ഇവിടുന്ന് നീങ്ങി കറക്റ്റ് 3യുടെ അടുത്ത് എത്തുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. അവിടെ ഉണ്ടാവുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. അതായത് എക്സാക്ട്ലി 90 ഡിഗ്രി വരുന്ന ആംഗിൾസിനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം എവിടേക്കാണ് ഈ റൈറ്റ് ആംഗിൾസും എവിടേക്കാണ് ഈ അക്യൂട്ട് ആംഗിൾസും വരുന്നത്. നമ്മൾ വാട്ടർമെലൺ കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ ബർത്ത്ഡേക്ക് അല്ലേ? ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അക്യൂട്ട് ആംഗിൾ ആയിട്ടാണ് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ വലിയ ആംഗിൾ ആയിരിക്കും, പക്ഷെ നമ്മൾ ഷെയർ ചെയ്യേണ്ടി വരുമ്പോൾ അക്യൂട്ട് ആംഗിൾ ആയി കട്ട് ചെയ്ത് എല്ലാവർക്കും നമ്മൾ പീസ് കൊടുക്കും അല്ലേ? ആ അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ചെറിയ ആംഗിൾ ആണ്, ലെസ് ദാൻ 90 ഡിഗ്രി. ഇനി കറക്റ്റ് ആയിട്ട് 90 ഡിഗ്രിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിലോ അതിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ എന്ന്. റൈറ്റ് ആംഗിൾ. അതേപോലെ അക്യൂട്ട് ആംഗിൾ വേറൊരു എക്സാമ്പിൾ, നമ്മൾ സാൻഡ്വിച്ചസ് കഴിക്കുമ്പോൾ കേക്കിന്റെ പീസ്, വാട്ടർമെലൺ കട്ട് ചെയ്യുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് അക്യൂട്ട് ആംഗിൾ ആണ്. നമ്മളെ ഫിംഗർ ഇങ്ങനെ പിടിച്ചാൽ ഇവിടെ ഉണ്ടാകുന്നത് അക്യൂട്ട് ആംഗിൾ. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. റൈറ്റ് ആംഗിൾസ് അതേപോലെ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മളുടെ ടേബിള്, ചെയർ, വിൻഡോസ്, ലൈക്ക് നമ്മുടെ വിൻഡോസിന്റെ ഒക്കെ കോർണേഴ്സ് ഒക്കെ കണ്ടിട്ടില്ലേ? നമ്മുടെ ഫോണിന്റെ കോർണേഴ്സ് ഇവിടെയൊക്കെ ഉള്ളത് എത്രയാണ്? 90 ഡിഗ്രിയാണ് കേട്ടോ. അതേപോലെ 3 വരുമ്പം 9 വരുമ്പം ക്ലോക്കിൽ കാണുന്നത് എന്ത് തന്നെയാണ്? 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 2 ആംഗിൾ പഠിച്ചു. നമ്മളെ നീഡിൽ ഇവിടെ നിൽക്കുവോ? നമ്മളെ നീഡിൽ ഇവിടെ നിൽക്കത്തില്ല, ഇവിടെ പിന്നെയും പോകും അല്ലേ മുന്നോട്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്താവും? ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി വരും. ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ലെസ് ദാൻ 180 വരുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു ലെസ് ദാൻ 180. അപ്പൊ 180ക്ക് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ? ഉണ്ട്. ഇവിടുന്ന് ഈ ആംഗിൾ നീങ്ങി കറക്റ്റ് സ്ട്രെയിറ്റ് ആവുന്ന സമയത്ത്, അതായത് എക്സാക്ട്ലി 180 ഡിഗ്രി ആവുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രെയിറ്റ് ആംഗിൾ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആംഗിൾ, സ്ട്രെയിറ്റ് ആംഗിൾ. ഇതിനുള്ള എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഇവിടെ നോക്കുക, നമ്മൾ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റുന്ന ഒരു കൗച്ച് കാണാറില്ലേ? അതിന്റെ ആംഗിൾ എത്രയാണ്? ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്, എന്നാലിട്ട് 180 ആയിട്ടുമില്ല. അപ്പൊ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ലെസ് ദാൻ 180 വരുന്ന ആംഗിൾസിനെ വിളിക്കുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. കുറച്ച് ഒബ്റ്റ്യൂസ് ആണ്. ഗ്രേറ്റർ ദാൻ 90 വരുമ്പോൾ കുറച്ച് ഒബ്റ്റ്യൂസ് ആണ്. ഗ്രേറ്റർ ദാൻ 90 ഇതിനെ വിളിക്കുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. നമ്മളുടെ ഈ ചൈനക്കാരൊക്കെ ഇങ്ങനെ വീശുന്ന ഒരു വീശറിയില്ലേ, അതിന്റെ ആംഗിൾ ഒക്കെ എന്താണ്? ഒബ്റ്റ്യൂസ് ആണ്.
ഇനി അതേപോലെ നമ്മൾ 180 എക്സാക്ട്ലി 180 ഡിഗ്രി ആകുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രെയിറ്റ് ആംഗിൾ. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ പറയാം, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് സ്ട്രെയിറ്റ് ആംഗിളിന്. ഫോർ എക്സാമ്പിൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ യോഗയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ കാല് രണ്ട് രീതിയിൽ വെച്ചിരിക്കില്ലേ, അവിടെ ആംഗിൾ ഫോം ചെയ്യുന്നത് 180 ആണ്. നമ്മൾ രണ്ട് കൈ നമ്മൾ നീട്ടി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. ഓക്കെ, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് സ്ട്രെയിറ്റ് ആംഗിൾ. ഓക്കെ, അപ്പൊ നമ്മൾ 4 ആംഗിൾസ് പഠിച്ചു. അക്യൂട്ട് പഠിച്ചു, റൈറ്റ് ആംഗിൾ പഠിച്ചു, ഒബ്റ്റ്യൂസ് പഠിച്ചു, സ്ട്രെയിറ്റ് ആംഗിൾ പഠിച്ചു. കഴിഞ്ഞോ? നമ്മളുടെ നീഡിൽ അവിടെ തന്നെ നിൽക്കുവോ? ഒരിക്കലും ഇല്ല അല്ലെ. ഈ നീഡിൽ ഇവിടുന്ന് പിന്നെയും മൂവ് ചെയ്ത് പോവാ അല്ലേ. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഗ്രേറ്റർ ദാൻ 180 ആയി, എന്നാൽ 360 ആയിട്ടുമില്ല. ഗ്രേറ്റർ ദാൻ 180, ലെസ് ദാൻ 360. അങ്ങനെ വരുന്ന ആംഗിൾസിന്റെ പേരാണ് റിഫ്ലക്സ് ആംഗിൾ. റിഫ്ലക്സ് ആംഗിൾ. ഓക്കെ, ഗ്രേറ്റർ ദാൻ 180, ലെസ് ദാൻ 360, റിഫ്ലക്സ് ആംഗിൾ. ഇവിടെ ഞാൻ എന്ത് പറഞ്ഞു? 360 എന്ന് പറഞ്ഞു അല്ല. അപ്പൊ 360ക്ക് എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ. ഉണ്ട്. ഇവിടുന്ന് ഈ ക്ലോക്ക് ഈ നീഡിൽ തിരിഞ്ഞ് നമ്മളുടെ 12 o'clock തന്നെ വന്ന് നിൽക്കും. കംപ്ലീറ്റ് ആയില്ലേ? ആ റെവല്യൂഷൻ കംപ്ലീറ്റ് ആയില്ലേ? ഒരു 1 full റെവല്യൂഷൻ ആ മിനിറ്റ് ഹാൻഡ് സഞ്ചരിച്ചല്ലോ. സോ ദാറ്റ് ഈസ് കോൾഡ് കംപ്ലീറ്റ് ആംഗിൾ. കംപ്ലീറ്റ് ആയി, ആ റെവല്യൂഷൻ കംപ്ലീറ്റ് ആയി. സോ ദാറ്റ് ഈസ് കോൾഡ് കംപ്ലീറ്റ് ആംഗിൾ. ഇത് എവിടേക്കാന്നുള്ള എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഇവിടെ നോക്കുക, നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരു ചെറിയ പീസ്, ഒരു അക്യൂട്ട് ആംഗിൾ കട്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ടിന് കൊടുത്തു. ബാക്കിയുള്ള പീസ് മൊത്തം എന്റെയാ അല്ലെ നമ്മളുടെയാ? അത് എത്രയാ? അത് റിഫ്ലക്സ് ആംഗിൾ ആണ്. അതായത് ഗ്രേറ്റർ ദാൻ 180 ആൻഡ് ലെസ് ദാൻ 360. ആ കേക്ക് നമുക്ക് മൊത്തം ഒരു അക്യൂട്ട് ആംഗിൾ പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് മൊത്തം എന്താണ്? നമ്മളുടെയാണ് അല്ലേ. അപ്പൊ ഗ്രേറ്റർ ദാൻ 180, ലെസ് ദാൻ 360 വരുന്ന ആംഗിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആംഗിൾ. ഓക്കെ, ഇവിടുന്ന് ഒരു 90 ഡിഗ്രി, നമ്മൾ 90 ഡിഗ്രി ഒരു കേക്ക് കട്ട് ചെയ്ത് കൊടുത്താലും ബാക്കി വരുന്ന ആംഗിൾസ് എന്താണ്? റിഫ്ലക്സ് ആംഗിൾ ആണ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് വരുന്നത് കംപ്ലീറ്റ് ആംഗിൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു 1 റെവല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്തിരിക്കുന്ന ആംഗിൾ ആണ് 360 ഡിഗ്രി. കംപ്ലീറ്റ് ആംഗിൾ. ഒരു പോയിന്റിന് ചുറ്റും വരുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഈസി അല്ലേ? നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആംഗിൾസിന് എക്സാമ്പിൾസ് കാണാൻ പറ്റും. നമ്മൾ കാണുന്നത് നോക്കി, നമ്മൾ വിരൽ ഇങ്ങനെ വെച്ചു, നമ്മളുടെ തമ്പും ബാക്കി ഫിംഗേഴ്സും മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. അതേപോലെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ്, നമ്മുടെ എൽബോ ഇങ്ങനെ നീക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആംഗിൾസ് പഠിക്കാൻ പറ്റും. അതായത് ഇപ്പൊ ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ അത് അക്യൂട്ടായി, ഇങ്ങനെ വെക്കുമ്പോൾ 90 ആയി, ഇങ്ങനെ വെക്കുമ്പോൾ എന്തായി? സ്ട്രെയിറ്റ് ആംഗിൾ ആയി അല്ലേ. റിഫ്ലെക്സ് ചെയ്തിട്ട് കാണിക്കാൻ പറ്റില്ലേ, കൈ ഒടിഞ്ഞു പോകില്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുവിധം എല്ലാ ആംഗിൾസും നമ്മളുടെ സറൗണ്ടിങ്സിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. കുറച്ച് ഈസി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. മാച്ച് ദ ഫോളോയിങ്. 50 ഡിഗ്രി ആണെങ്കിൽ എന്ത് ആംഗിൾ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കേ. 50 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 90 ഡിഗ്രി ആണല്ലേ. സോ ഇറ്റ് ഈസ് എ അക്യൂട്ട് ആംഗിൾ. ഇവിടെ അക്യൂട്ട് ആംഗിൾ ആണല്ലേ, അക്യൂട്ട് ആംഗിൾ. അടുത്ത് നോക്കുക 200 ഡിഗ്രി. 200 നമുക്കറിയാം ഗ്രേറ്റർ ദാൻ 180 ആണ്, ലെസ് ദാൻ 360 ആണ്. അപ്പൊ ആ ആംഗിൾ എന്തായിരിക്കും? റിഫ്ലക്സ് ആംഗിൾ ആയിരിക്കും അല്ലേ. ഇനി അടുത്ത ആളെ നോക്കുക 90 ഡിഗ്രി. എക്സാക്ട്ലി 90 ഡിഗ്രി. ആംഗിൾ എന്താണ്? റൈറ്റ് ആംഗിൾ. കറക്റ്റ്. 120 ഡിഗ്രി. 120 എന്ന് പറഞ്ഞാൽ 180 ആയോ? ഇല്ല. ലെസ് ദാൻ 180, ഗ്രേറ്റർ ദാൻ 90. സോ ദാറ്റ് ഈസ് ഒബ്റ്റ്യൂസ്. 180 ഡിഗ്രി, ദാറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ആംഗിൾ. കറക്റ്റ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംഗിൾസ്. ഇനി നിങ്ങളുടെ വീട്ടിലെ ക്ലോക്ക് കാണുമ്പോൾ ഈ ആംഗിൾസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ വരണം. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാറ്റ് ബോക്സിൽ പറയാം. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. ബൈ.